ശ്രീ രാജു ഇത് സംസ്ഥാനത്തോട് നേരിട്ടുള്ള വെല്ലുവിളി എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതും സമാനമായ ചോദ്യമാണ്. ഇതിപ്പോ അവരുടെ വീട്ടിലെ കാര്യമൊന്നുമല്ലല്ലോ, അവരുടെ പരിപാടിയാണോ, പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രിയെ വിളിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് പൊതുവായ സംസ്ഥാനത്തോട് ഈ വെല്ലുവിളി? അല്ല, ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉള്ളതാണ് ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനം മുഴുവൻ ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്ന പൗരൻ്റെ ആ നികുതി പണം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു വികസന പ്രവർത്തനവും ഈ നാടിലെ മുഴുവൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതും എല്ലാ സർക്കാരുകൾക്ക് അവകാശപ്പെട്ടതും എല്ലാ ഭരണ സംവിധാനങ്ങൾക്ക് അവകാശപ്പെട്ടതുമാണ്. അവിടെ ഫെഡറലിസത്തിൻ്റെ എല്ലാ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടന്ന ഈ ദേശീയപാത വികസനത്തിൻ്റെ ദേശീയപാത ഉദ്ഘാടനം. എന്തായാലും ഉദ്ഘാടനം എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് ദേശീയപാതയിലൂടെ വന്ന ഒരാളാണ്. ദേശീയപാതയിൽ നിന്ന് ഭൂരിഭാഗം സ്ഥലവും പണി കഴിഞ്ഞിട്ടില്ലാത്തൊരു സ്ഥലമുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ അത്തരത്തിലുള്ള ഉദ്ഘാടനത്തിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തിയത് തീർച്ചും അനുചിതമാണ്. അത് BJP അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കിയോ അല്ലെങ്കിൽ അത് സംസ്ഥാനത്തോട് കാണിച്ച ഏറ്റവും വലിയൊരു മോശമായ പ്രവർത്തിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കം ഒന്നുമില്ല. ഒരുപക്ഷെ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതും ഒരു PR വർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനത് സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്നു, ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു വശവും കൂടിയുണ്ട്. ആ വശം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ പോലും BJPയുടെ അതേ ലൈനിലാണ് മുഹമ്മദ് റിയാസ് മറുപടി പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഇത് മുഴുവൻ LDFന് അവകാശപ്പെട്ടതാണ്. അല്ല, LDFന് അവകാശപ്പെട്ടതൊന്നല്ല. ഇത് തുടർച്ചയായിട്ട് വന്ന സർക്കാരുകൾ സാക്ഷാത്കരിച്ച ഏറ്റവും വലിയൊരു പ്രോജക്റ്റും സ്വപ്നവുമാണ്. അതിന് തർക്കമൊന്നുമില്ല. കാരണം ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് തന്നെ നരേന്ദ്രമോദിക്കും മുൻപുള്ള മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് 60 മീറ്റർ വീതിയിലുള്ള റോഡിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അന്ന് അതിനെ എതിർത്തതിൽ CPM ഉണ്ടായിരുന്നു, കോൺഗ്രസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അത് തർക്കമൊന്നുമില്ല. ഞങ്ങൾ കാപട്യത്തോടുകൂടി മറുപടി പറയില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. 2010 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് ആ സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 30 മീറ്ററിന് കൂടുതൽ ഈ റോഡ് ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് സ്ഥലമേറ്റെടുക്കൽ നടപടി നിർത്തിവെച്ചത്. അദ്ദേഹമാണ് ഈ സർവകക്ഷി യോഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കണ്ട് അത് 30 മീറ്ററിൽ ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഭരണമാറ്റം ഉണ്ടായി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ പദ്ധതി വീണ്ടും പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും 45 മീറ്ററിൽ താഴത്തേക്കില്ല എന്നുള്ള നിലപാടെടുത്തു. അവസാനം അതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ജനങ്ങളുടെ എല്ലാം പ്രതിരോധവും അല്ലെങ്കിൽ അതിനകത്തുള്ള വിമർശനവും പ്രതിഷേധവും എല്ലാം നിലനിൽക്കുമ്പോൾ 45 മീറ്ററിൽ ചുരുക്കാൻ കഴിയില്ല, അതുകൊണ്ട് 45 മീറ്ററിൽ ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ കേരളം തയ്യാറെടുത്തിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തുൾപ്പെടെ ആ 45 മീറ്റർ അംഗീകരിക്കാൻ കഴിയില്ല, 30 മീറ്റർ മതി എന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രതിഷേധിച്ചതും പുറത്ത് സമരം നടത്തിയതും CPM ആയിരുന്നു. ഒരു സംശയവും വേണ്ട, CPM തന്നെയായിരുന്നു. പിന്നെ അതിനകത്ത് ഈ പ്രതിഷേധം കനത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോമ്പൻസേഷനായിരുന്നു. ആ കോമ്പൻസേഷൻ 2013, 2014, 2015 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് നിലനിന്ന നിയമത്തിനനുസരിച്ച് അത് പര്യാപ്തമായിട്ടൊരു കോമ്പൻസേഷൻ അല്ല എന്നുള്ളത് സത്യമാണ്. പൊന്നും വില പോലും അവർക്ക് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് കൃത്യമായൊരു നഷ്ടപരിഹാരം ആവുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടത് 2013 UPA ഗവൺമെൻറ് പുതുതായി ഭൂമി ഏറ്റെടുക്കൽ നിയമം ഭേദഗതി ചെയ്യുകയും അത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ മാർക്കറ്റ് വിലയുടെ 3-4 ഇരട്ടി വെച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു വരികയും ചെയ്ത് 2015 അതിൻ്റെ ചട്ടവും രൂപീകരിച്ചപ്പോൾ ആ ചട്ടം രൂപീകരിക്കപ്പെട്ടതോട് വീണ്ടും ഭരണമാറ്റം ഉണ്ടായി. പിണറായി വിജയൻ വന്നപ്പോൾ ആ വർദ്ധിപ്പിച്ച കോമ്പൻസേഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഭൂമി ഏറ്റെടുക്കലിന് വലിയ സഹായകരമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി തുടങ്ങി എന്നുള്ളതും ഈ പണി ഇപ്പോൾ ഏകദേശം 10 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അനാവശ്യമായ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റി അതിന്റെ ഓഫീസുകളടക്കം പൂട്ടി ഇവിടെ നിന്ന് പോയി, ഇവിടെ ഇനി ഇത് പൂർത്തിയാകില്ല എന്നുള്ള, മുന്നോട്ട് പോകില്ല എന്നുള്ള ബോധ്യത്തിൽ പോയി എന്നതും
പിന്നീട് കൃത്യമായ വില കൊടുത്ത് 45 മീറ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തതിന്റെ പേരിൽ കൂടിയാണ് അതിൽ ഏറ്റെടുക്കാനുള്ള പണം 5500-ലധികം കോടി രൂപ സ്വന്തമായി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിടത്താണ് ദേശീയപാത യാഥാർത്ഥ്യമായത് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. Debate with Madhu Saji.